വെണ്ണ പോലെ ഇരിക്കുന്ന ഈ ഹൽവ ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോ. എന്തായാലും രാവിലെ പെട്രോൾ അടിച്ച് ഞങ്ങൾ വണ്ടിയായിട്ട് ഇറങ്ങി. രാവിലെ തന്നെ നല്ല കോട മഞ്ഞൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ ആരംഭിക്കുകയാണ്. രാവിലത്തെ മഞ്ഞ് കാരണം അമ്മയ്ക്കൊരു ചായ കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പുനലൂർ ഞങ്ങളൊരു ചായക്കടയിൽ കയറി. അമ്മ, ചേട്ടൻ, ഞാൻ എല്ലാവരും ചായ കുടിച്ചു ഞങ്ങളുടെ സുഹിത്തണ്ണനും. അതിനുശേഷം വീണ്ടും യാത്ര തുടങ്ങി. തെന്മല തെങ്കാശി വഴി തിരുനെൽവേലിയിൽ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്കാണ് തിരുനെൽവേലി മെയിനായിട്ടുള്ള ഒരു സാധനം എനിക്ക് ഓർമ്മ വന്നത്. അത് മേടിക്കാനായിട്ട് ഈ ഗോപുരം കടന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. നല്ല തിരക്കുണ്ട്, സ്വാമിമാരുടെയൊക്കെ നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് പെതുക്കെയാണ് വെളിയിലോട്ട് ഇറങ്ങിയത്. പെതുക്കെ ഞാൻ അങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹൽവക്കട കണ്ടത്. ഇറങ്ങി ചാടി ഇറങ്ങി മേടിച്ചു, ഹൽവ കഴിച്ചു. നല്ല പൂ പോലെ വെണ്ണ പോലത്തെ ഹൽവ. അതിനുശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ രഥം മൂടിയിട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ രഥോത്സവം ഇപ്പോഴല്ല, അതുകൊണ്ട് അവിടുന്ന് പെതുക്കെ ഇറങ്ങി. ഇതുപോലുള്ള ഒരുപാട് ഗോപുരങ്ങളുണ്ട്. ആ ഗോപുരങ്ങളുടെ ഇടയ്ക്കൂടെ വേണം നമ്മൾ ഈ വണ്ടി കൊണ്ടുപോകാൻ. മെയിൻ റോഡിൽ കയറിയപ്പോൾ തന്നെ നല്ല മഴയുള്ളത് കാരണം കാറ്റാടിപ്പാടത്തിലെ കാറ്റാടിയെല്ലാം ആടാതെ നിൽപ്പുണ്ട്, കറങ്ങാതെ നിൽപ്പുണ്ട്. അതിനുശേഷം വീണ്ടും വണ്ടി വിട്ടു. അങ്ങനെ ഇങ്ങനെ നോക്കി രണ്ട് സൈഡിലും എല്ലാം കാറ്റാടിയുണ്ട്, പക്ഷെ ഒന്നും കറങ്ങുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പാലം പണി കാരണം ഇടയ്ക്കൂടെ കയറി വന്നപ്പോൾ ഈ റൂട്ട് കണ്ടു. നല്ല റൂട്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ തെങ്കാശി എത്തി ഒന്ന് ഫ്രഷ് ആവാൻ കയറിയപ്പോഴാണ് നമ്മുടെ കോവിൽ കണ്ടത്. ഇതാണ് കാശി വിശ്വനാഥൻ കോവിൽ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെതുക്കെ അവിടെ നിന്ന് ഇറങ്ങി തെങ്കാശി വഴി പെതുക്കെ വരുവാണ്. പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ പെതുക്കെ ഇങ്ങനെ തോരുന്നുണ്ടെങ്കിലും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. തെന്മലയൊക്കെ എത്തിയപ്പോഴത്തേന് നല്ല ഇരുട്ടായി. 5:30 കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായപ്പോൾ അമ്മ പറഞ്ഞു ഫോൺ താത്ത് വെച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാം. പിന്നെ ഫോണങ്ങ് വെച്ച്. അപ്പോൾ ഓക്കെ ഗൈസ്, പിന്നെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്.